നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂലൈ മാസം 14-ാം തീയതി, അതായത് 1201 മിഥുനമാസം 30-ാം തീയതി. നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ ചൊവ്വാഴ്ച അഥവാ മംഗളവാരം 6:14 സൂര്യോദയവും 6:47 അസ്തമനവുമാകുന്നു തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ചൊവ്വാഴ്ച 3 മുതൽ 4:30 വരെയുള്ള സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാളെ അമാവാസിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പിതൃക്കളുടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ, ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല ദിനമാണ് നാളത്തെ ദിനം. അതിനാൽ നാളെ കാലത്ത് നിങ്ങൾക്ക് തിരുനെല്ലി മുതലായ പ്രധാനപ്പെട്ട ദേവതാ സങ്കേതങ്ങളിൽ ചെന്ന് അവിടെ വഴിപാടുകൾ ചെയ്യാം. കേരളത്തിൽ തിരുനെല്ലി വിഷ്ണു ക്ഷേത്രമാണ്. അപ്രകാരം ശിവക്ഷേത്രത്തിലും പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. തിരുവല്ലം പരശുരാമൻ്റെ ക്ഷേത്രമാണ്. തിരുവനന്തപുരം രാമേശ്വരമാണെങ്കിൽ നിങ്ങൾക്കറിയാം, ശ്രീരാമസ്വാമിയുടെ സങ്കേതമാണ്. ഇപ്രകാരം ഓരോ സ്ഥലത്തും മഹാവിഷ്ണു ദേവതകൾക്കനുസരിച്ച് പിതൃതർപ്പണത്തിന് വളരെയധികം പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ കാലത്ത് പിതൃതർപ്പണം ചെയ്യാം. ബലി ശ്രാദ്ധാദി കർമ്മങ്ങൾ വീട്ടിലല്ലെങ്കിൽ എവിടെ ചെയ്യാം? അടുത്തുള്ള ക്ഷേത്ര സന്നിധിയിൽ, മേൽപ്പറഞ്ഞ ക്ഷേത്ര സന്നിധിയിൽ ചെയ്യാം. ഇന്ന് നാട്ടിലെല്ലാം തന്നെ പിതൃതർപ്പണം ചെയ്യുന്ന ധാരാളം ദേവാലയങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. നാളെ 3:15 വരെ എന്താണ്? കറുത്തപക്ഷത്തിലെ ദിനമാണ്, അമാവാസിയാണ്. നാളെ ചൊവ്വാഴ്ചയാണ്, കറുത്തവാവാണ്. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ മുഹൂർത്തം നാളെ നൽകുന്നില്ല. നാളത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അതിനാൽ ശ്രീരാമക്ഷേത്രത്തിൽ നാളെ പിതൃകർമ്മം ചെയ്യുന്നത് വളരെ മംഗളമായിരിക്കുമെന്നറിയുക. ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവതാര ദൈവങ്ങളുടെ സന്നിധിയിൽ ചെയ്ത് പിതൃതർപ്പണം ചെയ്യുമ്പോൾ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. പിതൃതർപ്പണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. മോക്ഷം ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു മന്ത്രമാകുന്നു വിഷ്ണു സഹസ്രനാമം. നാളത്തെ ദിനം സഹസ്രനാമങ്ങളിലും മറ്റ് വഴിപാടുകളിലും മുഖരിതമാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.